കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ എങ്ങനെ കൊടുക്കണം? ഒപ്പത്തിന് നോക്കിയാൽ പറയാം. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സ ഏവം ഭാര്യ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭത്തമശ്ലോക ദർശനം. പലതവണയായിട്ട് തന്റെ പത്നി ഇങ്ങനെ ഭഗവാൻ ഒന്ന് പോയി കണ്ടുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, എന്നാ പോയി ഒന്ന് പോയി കണ്ടാലോ. എന്തിനാ? അത് വല്ലതും ചോദിക്കാനാണോ? അല്ല, ഒന്നും താൻ ചോദിക്കില്ല. പിന്നെയോ, ഈ രണ്ട് കണ്ണ് ഭഗവാൻ തന്നത് ഭഗവാനെ കാണാനല്ലേ. ഈ രണ്ട് കണ്ണുകൊണ്ട് ലോകത്ത് പലതും കണ്ടു. ഉള്ളിൽ കാണുന്നുണ്ട് ഭഗവാനെ, ഇല്ല എന്നല്ല. പക്ഷെ ഈ രണ്ട് കണ്ണ് തന്ന സ്ഥിതിക്ക് ഈ കണ്ണ് വേണ്ടതുപോലെ ആവണമെങ്കിൽ ആ ഭഗവാൻ എന്ന് കാണണ്ടേ. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഈ കണ്ണിന്റെ ലാഭം ഭഗവാനെ കാണലാണ് എന്നുള്ളത് കൊണ്ട്, ഇപ്പൊ കാഴ്ച ഉണ്ട് എന്നുള്ളത് കൊണ്ട്, കണ്ണുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാ, ഭഗവാൻ എന്ന് പോയി കാണാം എന്ന് തീരുമാനിച്ചു. തന്റെ പത്നിയോട് പറഞ്ഞു, ഭഗവാനെ കാണാൻ പോകുമ്പോഴേ വെറും കൈയോട് കൂടി പോകാൻ വയ്യ, എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കൂട്ടോ, നാളെ ഞാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. എന്താ അവള് പറയേണ്ടത്? എന്തെങ്കിലും എടുത്തു വെക്കാൻ അങ്ങ് വല്ലതും കൊണ്ട് വെച്ചിട്ടോ എന്നാ ചോദിക്കേണ്ടത്. പക്ഷെ അവള് ചോദിച്ചില്ല. കാരണം അങ്ങനെയൊന്നും ചോദിച്ച ശീലം അവൾക്കില്ല. ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാനുള്ള ധിക്കാരവും ആർക്കില്ല. ഭഗവാന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും പറയരുത്. ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിലും എവിടുന്നെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. ഇത് ഭഗവാന് വേണ്ടി എന്നാ പറയണതേ. ഒന്നുമില്ലെങ്കിൽ അവള് വഴി ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ മൂളി അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ചോദിച്ചു. അവരാരും ഒന്നും കൊടുത്തില്ല. അവസാനം നട റോട്ടിൽ ഇറങ്ങി നിന്ന് ഭഗവാനെ കണ്ണടച്ച് ചോദിക്കുക, അങ്ങക്ക് തരാൻ പോലും ആരും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആരോ ഒരാൾ വഴിപോക്കൻ 4 പൊടി അവല് കൈ കൊടുത്തു പോയി. ആരാ തന്നത് കണ്ടില്ല. കണ്ണു തുറന്നപ്പോഴേക്കും കയ്യിൽ അവലുണ്ട്, ആള് പോയി. അത് ആരാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഭഗവാൻ തന്നെ. തനിക്ക് തരാനുള്ള അവല് ഭഗവാൻ തന്നെ കൊടുത്തതാണ്. അല്ല നമ്മുടേതായിട്ട് എന്ത് കൊടുക്കാൻ ഇവിടെ ലോകത്ത്? ഇതൊക്കെ ഭഗവാന്റെയാണ്. ഭഗവാൻ എന്തേ വേണ്ടു? കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. കൊടുക്കാൻ പറ്റില്ല, വേണ്ട. കൊടുക്കാനുള്ള മനസ്സുണ്ടോ നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഏതായാലും അങ്ങനെ ആ 4 പൊടി അവല് കിട്ടി. വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കി വീട്ടിൽ കൊണ്ടുവന്നു. പാത്രമൊന്നുമില്ല കൊടുത്തയക്കാൻ. ശീലമുണ്ടോ? അതുമില്ല. താൻ ഉടുത്ത വസ്ത്രം തന്നെ അത് അലക്കിയാലും ഉടുത്തുണക്കാറാ പതിവ്. മാറിയെടുക്കാൻ തന്നെ വേറില്ല. അതിന്റെ അറ്റൊന്ന് കീറി വൃത്തിയാക്കി ശുദ്ധാക്കി അതിൽ 4 പൊടി അവല് വെച്ച്, ഭഗവാൻ ഇതൊന്നും അല്ല തരേണ്ടതെന്ന് അറിയാം, പക്ഷെ എന്താ ചെയ്യാ, ഞങ്ങളുടെ കഥ അങ്ങേക്ക് അറിയില്ലേ, ഇതുകൊണ്ട് അങ്ങ് സന്തോഷിക്കണേ, ഇപ്പൊ ഞങ്ങളുടെ പേര് ഇതേ ഉള്ളുവേ. ആ 4 പൊടി അവല് വെച്ച് കെട്ടി ഭർത്രയെ പ്രാതാതുപായനം, തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ്. പോകുമ്പോൾ അയാളുടെ ഭാവം ഇങ്ങനെ എത്ര കാലായി കണ്ടിട്ട്. ഗുരുകുലത്തിൽ നിന്ന് കണ്ടതാ. ഇപ്പം ഭഗവാനോ എത്രയാ കല്യാണം കഴിച്ചത്, കുറെ കുട്ടികളൊക്കെ ആയിട്ട് വലിയ രാജാവായിട്ട് കഴിയണു. താൻ ഇങ്ങനെ ഇവിടെ കഴിയണു. വയസ്സെത്രയായി. തന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടാൽ മനസ്സിലാവൂ, ചായന്നെ മാറിയിട്ടില്ലേ. നീ കണ്ടിട്ട് ചിലപ്പോൾ മൈൻഡ് കണ്ടിരിക്കോ, താൻ ദരിദ്രൻ, അദ്ദേഹം സമ്പന്നൻ. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും ഭഗവാൻ ചെയ്യില്ല. എന്തായാലും ചന്താമര കണ്ണൻ എന്നെ കാണും നേരം സന്തോഷിക്കും, സൽക്കരിച്ചയക്കുകയും ചെയ്യും. ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ടല്ലേ ഇതുവരെയും ഭഗവാനെ കാണാൻ പോവാതിരുന്ന് എനിക്കിപ്പം പോവാൻ തോന്നിയെന്തോട്ടാ? കൃഷ്ണൻ ആഗ്രഹിക്കണ്ടാവും അത്, തന്റെ സുഹൃത്തിനൊന്ന് കാണണമെന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ തനിക്ക് പോവാൻ തോന്നിയത്. ആണ്, ഒക്കെ ഭഗവാന്റെ സങ്കല്പല്ലേ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഓടി ഓടി എവിടെത്തി? ദ്വാരകയിലെത്തി. ബ്രഹ്മാനന്ദം ഗതോ യഥാ. ആ ദ്വാരകാപുരി കണ്ടപ്പോ എന്തൊന്നുമില്ലാത്ത ആനന്ദം. ഇവിടെയല്ലേ ഭഗവാൻ കഴിയുന്നത്? ഇപ്പൊ ഇതിലൂടെയൊക്കെ ഭഗവാൻ നടന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇവരൊക്കെ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് തൊടുത്ത് നമസ്കരിച്ചു. അകത്തേക്ക് കയറാൻ അദ്ദേഹത്തിന് മടി. കാരണം അവിടെയുള്ള ആളുകളെ കാണുമ്പം തന്റെ വേഷവും അവരുടെ വേഷവും നോക്കിയ സമയത്ത് അത് വേണ്ട, താൻ വേറെ എങ്ങനെ നിൽക്കും, അവരൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ നല്ല പളവള മിന്നുന്ന പട്ടുവസ്ത്രമൊക്കെ ധരിച്ചും കൊണ്ട് നല്ല തടിച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. താനാണെങ്കിൽ ഞരമ്പ് പടച്ച് കവിളൊട്ടി പല്ലുന്തി ജട പിടിച്ച് കരിമ്പം കുത്തി കീറിയമുണ്ട്. അത് ഭഗവാൻ തന്നെ കുറവാവില്ലേ? തൽക്കാലം എവിടെ കണ്ട് നമസ്കരിച്ചാലോ? കാരണം ദ്വാരകാപുരിയിലെത്തിയില്ലേ, ഭഗവാന്റെ കൊട്ടാരം കണ്ടില്ലേ? ഭഗവാനെ കാണുക പറഞ്ഞ കൊട്ടാരം കണ്ട ഭഗവാനെ കണ്ട പോലെ തന്നെയല്ലേ, അല്ലേ? ചില ഗുരുവായൂർ പോയി തൊഴാണ്ട് പുറമെ തൊഴുതു പോവില്ലേ, തിരക്കൊക്കെ ഉണ്ടെങ്കിൽ? നല്ല തിരക്കാ. എന്നാ പിന്നെ കൊടിമരം കണ്ടു തൊഴുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗുരുവായൂർ ബസ് കണ്ടു തൊഴുവരുണ്ട്. എന്നാലും കുറച്ചുകൂടി ലാഭമാണ്. ഗുരുവായൂർ എഴുതി കാണണോ? മതി, അത്ര ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ മതി, ധാരാളം, പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ മതി, ഇവിടെ ഭഗവാൻ ഉണ്ടല്ലോ.
അദ്ദേഹം അങ്ങോട്ട് തൊഴുതു. തിരിച്ചു പോയിട്ട് പത്നിയോട് പറയുന്നത്, ആരൊക്കെ കണ്ടില്ലേ പോരെ, തിരക്കുള്ള ഭഗവാനെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്, ഞാൻ അങ്ങോട്ട് പോന്നു എന്നൊക്കെ പറയാമെന്ന് കരുതി അദ്ദേഹം തൊഴുതു. അപ്പോഴേക്ക് ഗേറ്റ് അങ്ങോട്ട് തുറന്നു. പിന്നെ നിർത്തില്ല, ഭടന്മാർ വന്ന് കൊണ്ടുപോയി ഒരു കസേരയിരുത്തി അദ്ദേഹത്തെ. അദ്ദേഹത്തിന് തോന്നി അത്ഭുതം കിട്ടും, ഇത്ര വലിയ സ്വീകരണം, തന്റെ വേഷം നോക്കാണ്ട്. അത് നോക്കില്ല, കാരണം ഭഗവാനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ. ഭഗവാന് പണ്ടൊരബദ്ധം പറ്റി. ജൈവജയന്മാരെ നിർത്തിയപ്പം അവർക്ക് ഉപദേശമൊന്നും കൊടുത്തില്ല. തന്നെ കാണാൻ വരുന്നവരെ ശ്രദ്ധിക്കണം, അവരുടെ വേഷം നോക്കരുത്, ഭാവയെ നോക്കാവൂ എന്നൊക്കെ പറയണമായിരുന്നു. ഭഗവാൻ പറഞ്ഞില്ല. അവർക്ക് അറിയുണ്ടാവും എന്ന് വിചാരിച്ചു. എന്റെ അബദ്ധം പറ്റിയില്ലേ, സനകാദികൾ വന്നപ്പോൾ വേഷം നോക്കി, ഉള്ളിലുള്ള ഭക്തി കണ്ടില്ല, തടഞ്ഞു. അങ്ങനെയാണ് അവർക്ക് 3 ജന്മം വേണ്ടി വന്നത്. ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, നന്ദഭക്തരൻ. അന്ന് ഭഗവാൻ ഉറപ്പിച്ചു, ഇനി എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയെ വെക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ. എന്നെ കാണാൻ പല ജാതി ആൾക്കാർ വരും, നോക്കണം, വേഷം നോക്കിയിട്ട്, ഇസ്തിരിട്ട ഷർട്ടാണോ, കഴുത്തിൽ എത്ര പവനുണ്ട്, കൊടയുടെ പിടി നോക്കിയിട്ട്, കണ്ണട നോക്കിയിട്ട്, ഹാൻഡ് ബാഗ് നോക്കി, ചെരുപ്പ് നോക്കിയൊന്നും, ഹൃദയം നോക്കുക, നിഷ്കളങ്ക മനസ്സാണോ കടത്തിവിടുക. അവരങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആർക്കും നിഷ്കളങ്ക മനസ്സില്ല. വലിയ വലിയ കേമന്മാരൊക്കെ വരുന്നുണ്ട് കാണാൻ, അവരവിടെ ഇരുത്തും. ടോക്കൺ ഉണ്ട് അവിടെ, വാങ്ങിയിരുന്നോളൂ പറയും. 5 മണിയായി പറയും, കഴിഞ്ഞു, തിരിച്ചു പോയിക്കോളൂ പറയും. അങ്ങനെ 6, 7, 8 മാസമായിട്ട് എത്രയോ രാജാക്കന്മാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഒന്നുമില്ല, ഒരു ടോക്കണും ഇല്ല. ആര് കയറി? കാരണം സുധാമാവ് വരുന്നത് തന്നെ നാരായണ നാരായണ നാമം ജപിച്ച് വരുന്ന ആളെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കടത്തി വിട്ടു. അടുത്ത് വന്ന് ഭഗവാൻ അടുത്ത് വന്ന് പറഞ്ഞു, ഭഗവാനെ അങ്ങനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, അങ്ങയുടെ കൂട്ടുകാരനാന്നാ പറയുന്നത്. ഭഗവാൻ മൂളി, എത്ര കൂട്ടുകാരന്മാരുണ്ട്, കുറെ കൂട്ടുകാരന്മാരുണ്ടല്ലേ. അർജുനൻ കൂട്ടുകാരനാ, ഉദ്ധവൻ കൂട്ടുകാരനാ, എത്ര കൂട്ടുകാരുണ്ടെന്ന് എനിക്ക്. അർജുൻ കൂട്ടുകാരൻ ഭക്തനാണ്. ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോരാ. പിന്നെ നമ്മളൊക്കെ ഭക്തന്മാരാണല്ലോ, ഭക്തജനങ്ങളെന്നല്ലേ വിളിക്കുക. അജാതിൽ ഭക്തൻ എന്ന് വിചാരിച്ചു, ഒന്നും മിണ്ടിയില്ല. ബ്രാഹ്മണനാ, എത്ര ബ്രാഹ്മണരുണ്ട്, അതിലൊരു ബ്രാഹ്മണൻ. അങ്ങയുടെ കൂടെ പഠിച്ചാലാന്നാ പറഞ്ഞതേ, പേര് സുധാമാവ്. എന്താണ്? സുധാമാവ് എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഭഗവാൻ പത്നിമാരെയൊക്കെ കേട്ട് തട്ടിമാറ്റി. സുധാമാവോ, അതാദ്യം പറയേണ്ടത്, ആ പേരാദ്യം പറയണ്ടേ എന്ന് പറഞ്ഞ് അവരൊക്കെ കേട്ട് തട്ടിമാറ്റി ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. തമ്മിലോക്യാച്യുതോ ദൂരാത് പ്രിയാ പര്യങ്കമാ സ്ഥിത. ആ സ്റ്റെപ്പൊക്കെ അങ്ങനെ പട്ട എന്ന് പറഞ്ഞ് ചാടി ഭഗവാൻ ആ സുധാമാവ് ഇരിക്കണതിലേക്ക് എത്തി. സഖ്യുപ്രിയസ്യ വിപ്രഷേഹേ അംഗസംഗാതിനിർവൃത പ്രീതോ വിമുഞ്ചിതബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ആ താമരകൃഷ്ണൻ, ആ താമരക്കണ്ണൻ ഓടി വന്ന് ആ വേർത്ത് കുളിച്ചിരിക്കണ സുധാമാവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അയാളുടെ വേർപ്പ് ഇവിടെ ഭഗവാന്റെ മേല്, ഭഗവാന്റെ കളഭം സുധാമാവിന്റെ മേല് കെട്ടിങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഭഗവാന്റെ കണ്ണെന്ന് കണ്ണുനീര്. ഭഗവാന് രോമാഞ്ചം. പരീക്ഷത്തെ സുധാമാവിന്റെ കഥയോ ശ്രീശൂർ പറഞ്ഞു, അത് ഞാൻ നോക്കിയില്ല, ഞാൻ ആ ഭഗവാന്റെ ഭാവം കണ്ട് അങ്ങനെ നോക്കി നിന്നു. കൃഷ്ണന്റെ കണ്ണെന്ന് കണ്ണുനീര് ഇതുവരെയും കണ്ടിട്ടില്ല. ഭഗവാന് രോമാഞ്ചം. എന്താ കഥ? തന്റെ ഭക്തനെ തൊട്ടപ്പുണ്ടായ ആ അനുഭൂതി ഭഗവാന് എടുത്തങ്ങോട്ട് കൊണ്ടുപോയി. എവിടെയാണോ ലക്ഷ്മി ഇരുന്നത് അവിടെ കൊണ്ടാരെത്തി. രുക്മിണിയുടെ സീറ്റിൽ പാരാ, കുചേലൻ, ദരിദ്രൻ. എവിടെ? രുക്മിണിയുടെ ആ കസേരയിലിരിക്കെ പോലെ. ഇനിയിപ്പോ എന്താ വേണ്ടു? അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്, എങ്ങനെയൊന്നും സൽക്കരിക്കരുത്, ഇത്ര വലിയ സൽക്കാരമൊന്നും പാടില്ല, ഞാൻ ഇതിനല്ല വന്നത് കൃഷ്ണ, ഞാൻ അങ്ങോട്ട് നമസ്കരിക്കാനാ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ? നാവ് പൊന്തുന്നില്ലേ. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റണില്ല, അനങ്ങാൻ പറ്റണില്ല. ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി. അപ്പോഴേക്കും രുക്മിണി സത്യഭാമയൊക്കെ നോക്കുന്നുണ്ട്, ഇതാരാപ്പത്? കണ്ടാ വലിയ കേമത്തൊന്നുമില്ല, ആരാത്? ഞാൻ പറയാറില്ലേ, സുധാമാവ് എന്റെ കൂട്ടുകാരൻ. സുധാമാവാണോ? അപ്പോഴേക്കും പിന്നെ അവർക്ക് അന്യം എന്നുള്ള ഭാവമല്ലേ, നമ്മുടെ ആളാ എന്നുള്ള ഭാവമാണ്. വേഗം സ്വർണ്ണക്കണ്ടിയിൽ വെള്ളമായിട്ട് വരണോ, വീശിക്കൊടുക്കാനായിട്ട് വിശറിയിട്ട് വരണോ. അദ്ദേഹത്തിന്റെ പാദം ഭഗവാൻ തൊട്ടു മുമ്പ് തന്റെ പാദം പാണ്ഡവർ കഴിച്ചില്ലേ, അതിനേക്കാൾ ഭംഗിയില് സ്വർണ്ണ തളിക വെച്ച് ആ സുധാമാവിന്റെ പാദം എടുത്തു വെച്ച് അങ്ങനെ ആ പാദം കഴുകി തന്റെ വേഷ്ടി കൊണ്ട് അദ്ദേഹത്തിന്റെ പാദം വൃത്തിയാക്കി ആ പാദതീർത്ഥം ശിരസിൽ തളിച്ചു. ആ പാദം എടുത്ത് മടിയിൽ വെച്ച് തടവി കൊടുക്കണം. എന്നാൽ ഇത്രയും ദൂരം അങ്ങ് നടന്നു വന്നില്ലേ. ഒരു വാക്ക് പറഞ്ഞാൽ വണ്ടി വിടായിരുന്നല്ലോ, അത് പറഞ്ഞാൽ പോരായിരുന്നു, ആരെങ്കിലും വിട്ടാൽ പോരായിരുന്നു, അങ്ങനെ നടന്നു വരണമായിരുന്നു. സന്തോഷമായി, എന്തായാലും അങ്ങനെ മറന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്റെ ഒരു വലിയ ഏട്ടനെ പോലെ അദ്ദേഹത്തിന്റെ പാദം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് കണ്ട അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പരസ്പരം ചോദിക്കുകയാണ്, കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ. ഇയാൾ എന്ത് പുണ്യം ചെയ്തു? കണ്ട വലിയ കേമത്തൊന്നുമില്ല, അയാളുടെ വേഷം കണ്ടില്ലേ. ഭഗവാൻ തന്റെ ഏട്ടനെ പോലും ഇങ്ങനെയൊന്നും ബലരാമേട്ടനെ കാണിക്കുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ എടുത്ത് വെച്ച് തലോടി കൊടുക്കുക, വീശി കൊടുക്കുക. ഭഗവാന്റെ മുഖത്തുള്ള ആ ഭാവം എന്താ ഇത്രയൊക്കെ ആവേശം കാണിക്കാൻ മാത്രം എന്താ ഇയാളുടെ കേമത്തെന്താ? കണ്ടാ വലിയതൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ ഭഗവാൻ തോന്നി, ഇയാൾ ആരാന്ന് ഇവരെ അറിയണം, ആരാ മനസ്സിലാക്കട്ടെ. ഭഗവാൻ ആ സുധാമാവിന്റെ അടുത്തേക്ക് ഇരുന്നു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തന്റെ കൈയോട് മുറുക്കി പിടിച്ച് ഭഗവാൻ ചോദിക്കുകയാണ്, അതായി സുധാമാവേ, പേര് വിളിച്ചില്ല, നമ്മളെ വകയാണ്, പേര് പറയില്ല ഭാഗവത്തില്,
അഭിബ്രഹ്മൻ എന്താണ്? അല്ലയോ ബ്രാഹ്മണ, ആത്മാവേ, മഹാത്മാവേ, എത്രയുള്ളൂ ബ്രാഹ്മണ. നമ്മൾ ഗുരുകുലത്ത് അങ്ങോട്ട് പോകുന്നതിന് ശേഷം പിന്നെ കണ്ടില്ലല്ലോ, ഇപ്പൊ അത്ര കാലായില്ലേ. പക്ഷെ എനിക്ക് അങ്ങായിട്ടുള്ള അകൽച്ച തോന്നണില്ല കേട്ടോ. ഇതുവരെ മുന്നിട്ടൊന്നും ഇല്ലെങ്കിലും ഇന്നലെ കണ്ട പോലെ തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഒക്കെ എത്ര പെട്ടെന്നാലേ കാലൊക്കെ പോയത്. അല്ല, ബന്ധമുള്ളവരുണ്ടെങ്കിൽ പിന്നെ എന്നും വിളിക്കണമെന്നൊന്നുമില്ല. എന്താണ്, അതില്ലെങ്കിലാണ് ഇങ്ങനെ എന്നും വിളിച്ചാൽ ചിലരെ കാണുമ്പോൾ നമുക്ക് ബന്ധമുള്ളതായിട്ട് തോന്നില്ല. ഒന്നും വേണ്ട, ഒരു വിളിയില്ല, മെസ്സേജും ഇല്ല, ഒന്നുമില്ല. എന്നാലും 10-30 വർഷത്തിന് ശേഷം കാണപ്പെടും നമ്മുടെ ആളെ. അപ്പം വേണമെങ്കിൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. ചോദിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. ചിലത് എന്നും വിളിക്കുന്നവരോട് തന്നെ ചോദിക്കാൻ നമുക്ക് മടിയാവും, എന്തെങ്കിലും കാര്യം പറയാനൊക്കെ. അതിന് വ്യത്യാസം. ഭഗവാൻ പറയാണ്, എനിക്ക് അങ്ങനെ കാണുമ്പോഴേ അങ്ങനെ തോന്നുന്നില്ല. അങ്ങ് ഓർക്കുണ്ടോ നമ്മൾ ആ ഗുരുകുലത്തിന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായി? അങ്ങ് കല്യാണം കഴിച്ചോ? അതൊന്നും പിന്നെ അന്വേഷിച്ചില്ല. അതാണ്. എങ്ങനെയാ കുട്ടി പറഞ്ഞാൽ കേൾക്കുവോ? ഭാര്യോഢാ സദൃശീനവാ. എങ്ങനെയാ? അങ്ങയുടെ സമ്പ്രദായത്തിന് ചേർന്ന കുട്ടിയാണോ? രാവിലെ എണീക്കുക, കുളിക്കുക, ജപിക്കുക, അങ്ങനെയൊക്കെ ഇതിനൊക്കെ എതിരാണോ? അല്ലെങ്കിൽ കൂടെ കൂടുന്നതാണോ? സത്താതിരൊക്കെ പോകുമ്പം പോകരുതെന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ? അല്ലെങ്കിൽ ഞാനും ഉണ്ട് നിൽക്കൂ എന്ന് പറയുന്ന കൂട്ടത്തിലാണോ എന്നൊക്കെയാണ് ഭഗവാന്റെ ചോദ്യം. സുധാമ ഒന്നും മിണ്ടിയില്ല. കാരണം അതൊക്കെ ഇപ്പൊ എന്ത് പറയാനാ, കല്യാണ കഥയൊക്കെ എന്ത് പറയാൻ. അപ്പം ഭഗവാൻ മനസ്സിലായി, ഇയാൾക്ക് കല്യാണ കഥ ഒന്നും വലിയ താല്പര്യമില്ല. ചിലർക്ക് ആ കഥയാവും താല്പര്യം. കല്യാണം എന്നങ്ങോട്ട് പറ തുടങ്ങി പിന്നെ അതിനെപ്പറ്റി വിവരിച്ച്, ലൗകികരാണല്ലോ നമ്മളൊക്കെ, നമുക്കൊക്കെ അതൊക്കെയാവും താല്പര്യം. അത് നിർത്തി. അടുത്ത കാര്യം പറഞ്ഞു. അതെ, നമ്മൾ ആ ഗുരുകുലത്തെ പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥനെ അത് താൻ മറന്നിട്ടുണ്ടാവില്ലേ? ആ ഗുരുപത്നി പറഞ്ഞില്ലേ കത്തിക്കാൻ വിറകില്ല, എന്നിട്ട് നമ്മൾ ദൂരത്ത് പോയിട്ട് വിറക് പിടിച്ച അങ്ങ് ഓർക്കേണ്ടത്. അടുത്തുണ്ട് കാട്, പക്ഷെ അവിടെ നിന്ന് വിറക് പിടിച്ചില്ല. എന്താ കാരണം വെച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവര് പഠിപ്പ് നിർത്തി പോവും. പിന്നെ ഈ അമ്മ ഒറ്റയ്ക്ക് വേണ്ടി ഇവരും വിറക് പിടിക്കാൻ. അപ്പൊ അടുത്തുനിന്ന് ആയിക്കോട്ടെ, ഇപ്പം അടുത്തുനിന്ന് വിറക് പിടിച്ചു കൊടുത്താൽ പിന്നെ ആ അമ്മ എങ്ങോട്ട് പോണ്ടി? ദൂരത്തേക്ക് പോയിട്ട് തങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ അമ്മ ദൂരത്തേക്ക് പോണ്ടേ? അതുകൊണ്ട് നമ്മളിവിടെ ഉള്ളപ്പോൾ എന്ത് ചെയ്യുക? കഴിവതും സഹായിക്കുക കരുതിയിട്ട് ദൂരത്ത് പോയിട്ട് വിറക് പിടിച്ചു. എന്ത് പറ്റി ചോദിച്ചാൽ അപ്പോഴേക്ക് രാത്രി പെരുമഴ. ഗുരുനാഥൻ വന്നപ്പം മക്കളെ കാണുന്നില്ല. പത്നിയോട് ചോദിച്ചു എവിടെയാണ്. അവളാകെ വിഷമിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്കേ പോയതാ, തിരിച്ചെത്തിയിട്ടില്ല പറഞ്ഞു. അദ്ദേഹത്തിന് സങ്കടം. ഓലക്കൊടിയൊക്കെ ചൂടി ആ മഴയത്ത് ചൂട്ടും കത്തിച്ച് അദ്ദേഹം വരികയാണ്. തൻ്റെ കുട്ടികളെ നോക്കിയിട്ട് എന്തെങ്കിലും അപകടം പറ്റിയോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആ കാട്ടിലേക്ക് വന്ന ആ ഗുരുനാഥൻ നമ്മളെ കണ്ടത് അങ്ങ് ഓർക്കുണ്ടോ? അവിടെ ഇടിയും മിന്നലൊക്കെയും. എനിക്ക് പേടിയില്ലേ, ഭഗവാൻ കുട്ടിയാണല്ലോ. ഭഗവാന് ഇടിയും മിന്നലൊക്കെ അടിക്കുന്നത് ഭഗവാനെ പഠിച്ചിട്ടാ. ആ ഭഗവാൻ പറയാണ്, എനിക്ക് അന്ന് പേടിയില്ലേ. പിന്നെ അങ്ങ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യം. ആരുള്ളതുകൊണ്ട് അന്ന് അങ്ങ് എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പേടിക്കണ്ട കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ സുധാമാവ് എന്ത് ചെയ്യണം? ഭഗവാനെ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങ് എങ്ങനെയല്ലേ കെട്ടിപ്പിടിച്ചത് ചോദിച്ചു. വീണ്ടും ഭഗവാൻ എന്ത് ചെയ്യും? അയാളെ 10 മിനിറ്റ് കൂടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അങ്ങനെ ഭഗവാൻ അങ്ങനെ കെട്ടിപ്പിടിക്കും ഭക്തനെ. സുധാമാവന് സന്തോഷമായി. ആവും, വിചാരിച്ചതുപോലെ പ്രശ്നമൊന്നുമില്ല. തന്നെ ഇവിടെ മോശമായിട്ട് കാണണമെന്നൊന്നുമില്ല. താൻ ദരിദ്രൻ എന്നുള്ള വിചാരം ഒന്നും ആർക്കില്ല ഭഗവാനില്ല. പോരതിലപ്പുറം എന്താ വേണ്ടത്? എന്നിട്ട് ആ ബ്രാഹ്മണൻ തന്റെ ഗുരുനാഥൻ വന്നിട്ട് പറഞ്ഞത് അങ്ങ് ഓർക്കുണ്ടോ? നമ്മളെ വിറകൊക്കെ തലയിൽ വെച്ച് പോകുമ്പോൾ അത് കണ്ട അദ്ദേഹം, അല്ലയോ കുട്ടികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്ര അധികം കഷ്ടപ്പെടുന്നുവല്ലോ. എല്ലാവർക്കും ഏറ്റവും പ്രിയം തന്റെ ദേഹമാണ്. ആ ദേഹം പോലും ശ്രദ്ധിക്കാണ്ട് എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്താ ഞാൻ തരേണ്ടത്? എന്താ ഈ ഗുരുനാഥൻ അനുഗ്രഹിക്കുക? തുഷ്ടോഹം ബോധ്യശ്രേഷ്ഠാഹ സത്യാ സന്തു മനോരഥാഹ. എന്താ അദ്ദേഹം അനുഗ്രഹിച്ചത്? എപ്പോഴും നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കട്ടെ. അതെ, അത്രേ പറയാനുള്ളൂ. എപ്പോഴും സാഹചര്യം എന്തോ ആവട്ടെ, നിങ്ങൾക്ക് എപ്പോഴും ഹൃദയത്തിൽ ശാന്തി ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. സത്യം പറഞ്ഞ സുധാമാവേ, എനിക്ക് തൃപ്തി ഉണ്ടാവാൻ പാടില്ല അല്ലേ? എൻ്റെ അവസ്ഥ ഭാഗം കണ്ടില്ലേ? ഒരിക്കലും ഇവിടെ ശാന്തനായിട്ടിരിക്കാൻ പാടില്ലാത്തതാണ് അല്ലേ? സാധാരണക്കാരനാ വിചാരിക്കുക, 16,000 കല്യാണം കഴിച്ചാൽ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ ഭഗവാൻ സമാധാനമായിട്ടിരിക്കണോ? ഭഗവാൻ പറയാം, എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ആ ഗുരുനാഥന്റെ ആ അനുഗ്രഹ ഏതവസ്ഥയിലും സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ സമ്പത്ത് ഉണ്ടായിട്ടും ഞാൻ സമ്പത്തുള്ളവർ സമാധാനമായിട്ടിരിക്കാൻ പാടില്ല. ധാരാളം സമ്പത്തുള്ളവരെ അന്വേഷിച്ചു നോക്കും, മനസ്സിലാവുന്നത് സ്വൈരെന്ന് പറഞ്ഞില്ല. ഭഗവാൻ എത്ര സമ്പത്തുണ്ടായിട്ട് സമാധാനമായിട്ടിരിക്കാൻ കാരണം ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ശ്രീ ഗുരുഭ്യോ നമ. ഇത് കേട്ടപ്പോ സുധാമാവ് പറഞ്ഞു, സത്യം ഭഗവാനെ, അങ്ങ് പറഞ്ഞത് സത്യ. ഞാനും ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത് ദരിദ്രനാ. ഇത്രയ്ക്ക് ദരിദ്രം വേറൊരാൾക്കില്ല. ശരിക്കും പറഞ്ഞാൽ സുധാമാവും ഭഗവാൻ രണ്ടറ്റത്താ. ഏറ്റവും വലിയ സമ്പന്നനാര്? ഭഗവാൻ. ഏറ്റവും ദരിദ്രൻ സുധാമാവ്. രണ്ടുപേർക്ക് എന്തുണ്ട്? സമാധാനം ഉണ്ട്. എന്താ കാരണം? സാഹചര്യം എന്തോ ആവട്ടെ, അതൊന്നും വിഷയമില്ല. ഏത് ജാതിയെന്നോ സമ്പത്തുണ്ടോന്നോ ഇല്ലയെന്നോ അതൊന്നല്ല വിഷയം. സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വിഷയം. അത് ഈ ഗുരുഭക്തി കൊണ്ട്, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്.
ഞാനും വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞുകൂടുന്ന ഭഗവാൻ എന്ന് പറഞ്ഞ് ശ്രീ ഗുരുഭ്യോ നമ നമസ്കരിച്ചു ഗുരുനാഥനെ സുധാമാവും. ഭഗവാൻ സന്തോഷമായി. ഇദ്ദേഹത്തിന് ഗുരുഭക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. മറ്റു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ തല കുടിച്ചെങ്കിലും ഗുരുനാഥനെ പറ്റി പറയുമ്പം ഉടനെ തന്നെ വിഷയം മാറ്റി. അല്ല സുധാമാവേ, അങ്ങെന്താ കൊണ്ടുവന്നത്? കുറെ കാലത്തിന് ശേഷം വരുമല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ വെറും കൈയോട് കൂടി വരും, എന്തെങ്കിലുമൊക്കെ കൈ കരുതില്ലേ? താൻ കൊടുത്തത് കിട്ടിയിട്ടില്ല. താൻ അദ്ദേഹത്തിന്റെ പത്നിക്ക് കൊടുത്ത അവല് എപ്പോഴും 1.5 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു സംഗതി കൊണ്ടുവന്ന് ആദ്യം കൊടുക്കുക വേണം, അല്ലാതെ വർത്തമാനം പറഞ്ഞിരുന്ന അവസാനം അതും കൊണ്ട് തിരിച്ചു പോരും. പിന്നെ ഇവിടെ എത്തി ബാഗ് തുറക്കുമ്പോഴാവും കടലമുട്ടായി എഴുതി തന്നെ ഉണ്ടാവും. അയ്യോ, ആ കുട്ടി വന്ന കൈയൊക്കെ നീട്ടിയത് ഞാനത് മറന്നു കൊടുത്തില്ല, എത്ര വിഷമം ഉണ്ടാവും ഇതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ചെയ്യുക, തന്നോളൂ, ഞാൻ തന്ന അവരും കിട്ട് തന്നോളൂ എന്നുള്ള മട്ടിൽ ഭഗവാൻ പറയാണ്. എന്താ അങ്ങ് ഒന്നും കൊണ്ടുവന്നില്ലേ? അല്ല, അങ്ങ് അങ്ങനെ വരുന്നെനിക്ക് തോന്നണില്ല. ഇനിയിപ്പൊ അങ്ങ് അങ്ങനെ പുറപ്പെട്ടാൽ അങ്ങയുടെ പത്നി അങ്ങനെ വെറും കൈയോട് കൂടി വിടുന്നെനിക്ക് തോന്നണില്ല. അങ്ങ് മടിക്കണ്ട. ഇനിയിപ്പം അവിലല്ലേ കരുതിയിട്ട് കുറവ് വിചാരിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ. അതിനുവേണ്ടി ഭഗവാൻ പറഞ്ഞു, ഞാൻ നോക്കുക വസ്തുവല്ല, പിന്നിലുള്ള ഭാവമാണ്. ഭൂര്യപി അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ. കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിലപിടിപ്പുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭക്തി ഇല്ലാണ്ട് തരുന്നത് വെച്ചാൽ എനിക്കിഷ്ടമല്ല. ഇനി കുറച്ചേ ഉള്ളൂവെങ്കിലും ഭക്തിയോട് കൂടി തരികയാണെന്ന് വെച്ചാൽ എനിക്കത് വലിയ കാര്യമാണ്. ഒരു ഭക്തൻ ഒരു കുന്നിക്കൂര് തന്നാൽ എനിക്കത് വലിയ കാര്യമാണ്. ഇനി വലിയ ഒരു ഭക്തി ഇല്ലാത്ത ഒരാൾ വലിയൊരു ആനയെ കൊണ്ട് സമർപ്പിച്ചാൽ എനിക്ക് പേടിയാണ്. ഈ ആന ഈ കുന്നിക്കൂര് ചവിട്ടും എന്നുള്ള പേടിയാണ്. മുഖ്യം എന്താ? ഭാവമാണ്. അങ്ങേക്കറിയില്ലേ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. പത്രം, എനിക്കൊരു ചീരയുടെ ഇലയല്ലേ പാഞ്ചാലി തന്നത്, ഞാൻ അനുഗ്രഹിച്ചല്ലോ അത് കഴിച്ചിട്ട്. ദുർവാസാവിന്റെ ശാപം നിരീക്ഷിച്ചല്ലോ. പുഷ്പം, ഗജേന്ദ്രൻ എനിക്കൊരു താമര തന്നത്, അയാളെ ഞാൻ മുതലയുടെ പിടി നിരീക്ഷിച്ചില്ലേ. ഫലം, ശബരി എനിക്ക് കടിച്ചത് തന്നത്, അവള് കടിച്ചു നോക്കി, നല്ല മധുരമുണ്ട്, അത് രാമന് കൊടുക്കണം. ഈ ഭാവ എച്ചിൽ കൊടുക്കണം എന്നല്ല, നല്ലത് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല അവള് കടിച്ചതിന്റെ ബാക്കിയാണെന്ന് ഞാൻ നോക്കിയില്ലേ, ഞാനത് സ്വീകരിച്ചു, അവളെ അനുഗ്രഹിച്ചല്ലോ. തോയം, ചുറ്റു വെള്ളം ആണെങ്കിൽ സാരല്ല, ഭക്തിയോടുകൂടി തന്നാൽ ഞാൻ സ്വീകരിക്കും. ഭക്തിയാണ് മുഖ്യം. ഇനി ഒന്നുമില്ല, ഭഗവാൻ ഒന്നുമില്ല, മതി, ആ ഭാവം മതി, മനസ്സ് മതി, അതാണ് മുഖ്യം. ഈ മനസ്സില്ലാണ്ട് എന്തൊക്കെ തന്നിട്ട് എന്താ കാര്യം? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതമശ്നാമി പ്രഗതാത്മന. അതുകൊണ്ട് സുധാമാവ് മടിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും സുധാമാവ് തല താഴ്ത്തി. കാരണം ഇത്രയും കേമായിട്ടുള്ള ദിക്കിൽ വന്ന് താൻ ഈ അവിലെങ്ങനെ സമർപ്പിക്കും? അവിടെ മേശപ്പുറത്ത് വെച്ച വിഭവങ്ങൾ കണ്ടാൽ ലഡു, ജിലേബി, സോൻപാപ്പടി, മിൽക്ക് പേട, താൻ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഈ ഉണക്ക അവില് വേണ്ട, ഇല്ല എന്ന് പറയാം. അതൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ധാരാളം പേര് ചുറ്റും നിൽക്കണമുണ്ട്, ഇവരൊക്കെ അത് കണ്ട് കളിയാക്കില്ലേ എന്ന് കരുതി തല താഴ്ത്തി നിന്നു. കൊണ്ടുവന്നില്ല, കളവ് പറയാൻ വയ്യ, എന്നാ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ധൈര്യമില്ല. സർവഭൂതാത്മത സാക്ഷാത്, എല്ലാം അറിയുന്ന ഭഗവാൻ. തസ്യാഗമന കാരണം, അദ്ദേഹത്തിന് ഒന്നും നിശ്ചയുള്ള ഭഗവാൻ. എന്തേ വന്നത്? ഒന്നും ചോദിക്കാനല്ല, ആ ഭഗവാൻ അറിയാം. അദ്ദേഹം വരാൻ കൂട്ടാക്കിയില്ല, ആ പത്നി നിർബന്ധിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ടല്ലേ തനിക്ക് ഈ ഭക്തനെ കാണാൻ തരായത്. ആര് കാരണം? ആ പത്നി കാരണം. അതുകൊണ്ട് അവക്കെന്തേ കൊടുക്കണ്ടേ? പത്നിയാഹ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പതോ അമർത്യ ദുർലഭ. ഇതിനേക്കാൾ ദാരിദ്ര്യത്തിന്റെ മുമ്പ് ഇവർക്കുണ്ടായിരുന്നു, എന്നിട്ടും ഈ സുധാമാവ് എന്നെ കാണാൻ വന്നിട്ടില്ല. ഇപ്പം വന്നു എന്ന് പറഞ്ഞ അർത്ഥം ദാരിദ്ര്യം കൊണ്ടല്ലാതാണ്. ദാരിദ്ര്യം ഉണ്ടോ ഇല്ലിച്ചിട്ടല്ല, ഭഗവാനെ കാണണം എന്നുള്ള മട്ടിൽ തന്നെ വന്നതാണ്. അതുകൊണ്ട് ഇനി ഇവരെ പരീക്ഷിച്ചത് മതി. ദേവന്മാർക്ക് പോലും കണി കാണാൻ പറ്റാത്ത അത്രയും സമ്പത്ത് കൊടുത്ത് ഞാൻ ഇവരെ അനുഗ്രഹിക്കും. പത്നിയാഹ, ആ പത്നി എത്രയോ കഷ്ടപ്പെട്ട് 4 പിടി അവര് അദ്ദേഹത്തിന് കൊടുത്തു. അവളുടെ സങ്കല്പം ഞാനത് സ്വീകരിക്കണം എന്നാ. ഞാനത് വാങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുപോയാൽ എന്താ ഉണ്ടാവുക? ആ പത്നിക്ക് എത്ര വിഷമം ഉണ്ടാവും. സുധാമാവനെ കണ്ട ആദ്യം എന്താ പത്നി ചോദിക്കുക? കൃഷ്ണനെ കണ്ടുവോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവില് കൊടുത്തുവോ? അവില് കൊടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് കൊടുത്താൽ ആ പത്നിയുടെ മുഖം എന്തോ ചിന്തിക്കും. സുധാമാവ് ചിന്തിച്ചില്ല, ആര് ചിന്തിച്ചോ? ഭഗവാൻ ചിന്തിച്ചോ? പാടില്ല. പത്നിയാ പതിവ്രതായാസ്തു, ആ പതിവ്രതാരത്നം ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് അവൾ എനിക്കെന്ന് സങ്കല്പിച്ചു തന്നത് എന്നിലെത്തണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭഗവാന് സങ്കല്പിച്ച് ആർക്ക് കൊടുത്താലും അതെവിടെ എത്തും. ആർക്ക് കൊടുത്താലും എത്തും. ഏത് കാട്ടുകള്ളന് കൊടുത്താലും ഭഗവാന് സങ്കല്പിച്ച് കൊടുത്തോളൂ, ആരെടുത്തോളൂ. നമുക്ക് വേണ്ടി അയാൾ പറ്റിക്കുന്ന, അയാൾ പറ്റിച്ചോട്ടെ, കുഴപ്പമില്ല, അത് ആരെടുത്തോളും. ഭഗവാൻ അയാളെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കോളും. നമ്മൾ സങ്കല്പിച്ച് കൊടുക്കുക വേണ്ടു. സുധാമാവ് കൊടുക്കാൻ തയ്യാറായില്ല, ആര് വാങ്ങി? ഭഗവാൻ വാങ്ങുകയാണ്. അതുകൊണ്ട് അവള് വിഷമിക്കാൻ പാടില്ല എന്ന് കരുതി സുധാമാവ് തല താഴ്ത്തിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചെന്ന് ആ മുണ്ടന്റെ മടക്കിൽ ഒളിപ്പിച്ചു വെച്ച ആ വിൽക്കിഴി ഭഗവാൻ കിമിതം വിധി, എന്താ സുധാമാവ് ഇത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടിപ്പറച്ചു. സുധാമാവ് തല താഴ്ത്തി കൈകെട്ടി കണ്ണടച്ചു. ഇനി എന്താ ഉണ്ടാവുക? അത് തുറക്കും. ഉണക്കാവില്ല കൊണ്ടുപോകും. അയ്യയ്യ,
ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും വിശേഷം അങ്ങനെയൊക്കെ അറിയില്ല. ഇവിടുത്തെ എൻ്റെ കഥ അത് 4 പിടി. ഇവിടെ എത്ര പേരുണ്ട്! ഇതിപ്പോ ആർക്കാ തകിയ 16,000 രൂപയുടെ ഭാര്യമാർ ഒരു അവിലിന്റെ എങ്ങനെയാ ഇത് കൊടുക്കുക? എത്തുവോ? എന്തെങ്കിലും പറയുന്നു വിചാരിച്ചു. പക്ഷെ കഥയാകെ മാറി. അവല് കെട്ടങ്ങട്ട് അഴിച്ചു. എന്ന് ചോദിക്കുകയാണ്, കിമിതമിതി പൃഥുക തണ്ടുലാൻ. ഹാവൂ സുധാമാവേ, അവിലോ? നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ. ഇത്രയും നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടാണോ അങ്ങ് ഇതുവരെ മുണ്ടാണ്ടിരുന്നത്? അല്ല, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, അങ്ങയുടെ പത്നിക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് അവിലാണ് ഇത്ര ഇഷ്ടമുള്ള കാര്യം എന്ന്? ഭഗവാൻ അവല് വലിയ ഇഷ്ടമൊന്നുമില്ല. കൽക്കണ്ട മുന്തിരി കതലപ്പുഴൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പൊ അവിലാക്കി. എങ്ങനെയെങ്കിലും സുധാമാവനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കണം. ഇതാണ് ഭഗവാന്റെ ലക്ഷ്യം. നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ. എന്തൊരു സ്വാദായി അവരുണ്ട്. ഇതിന്റെ ഗന്ധം തന്നെ, അവിലിന്റെ ഗന്ധേ എന്തൊരു ഗന്ധം! ഭക്തിയുടെ ഗന്ധമാണ്, അവിലിന്റെ അല്ല. നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ. ഒരു പിടി അവരെടുത്ത് അങ്ങോട്ട് കഴിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ് പരമപ്രീണനം സഖേ. അത് കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ, കഴിച്ചുകൊണ്ട് പറയണം എന്തൊരു സ്വാദ, എന്തൊരു സ്വാദ. എന്താ അങ്ങ് അതിൽ ചേർത്തത്? അങ്ങയുടെ പത്നിയോടൊന്ന് ചോദിക്കണം കേട്ടോ, എന്തൊരു സ്വാദ അതില്? എന്താ ചേർത്തത്? ഏലക്ക ചേർത്തു, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടിട്ടു, ശർക്കരയാ? എന്താ? ഒന്നും ഇട്ടിട്ടില്ല. ഉണക്കവില, കൊട്ടനവില്, ഒന്നുമില്ല അതില്. എന്തുണ്ട്? ഭക്തി, വേറൊന്നുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ സ്വാദില്ല. എന്താ കാരണം? ഭാവം വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അതാ മുഖ്യം. നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം. ഈ അവിലിന് പകരം ഞാൻ എന്താ അങ്ങേക്ക് എടുത്തു തരിക? ഇതിന് പകരമായിട്ട് എന്ത് തന്നാലാ മതിയാവുക? ഈ ലോകം മുഴുവൻ പോരാ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചാലും ഈ അവിലിനൊക്കില്ല സുധാമാവേ. ഇതിലപ്പുറം എന്താ വേണ്ടതിനി? ഈ അവിലിനൊക്കില്ല. എന്തോ ഈ ലോകം മുഴുവൻ തന്നാലും. സുധാമാവിന് സന്തോഷമായി. ഒരു പിടി കഴിച്ചു. വീണ്ടും ആർത്തിയോട് കൂടി കഴിക്കാൻ പുറപ്പെട്ട സമയത്ത് രുക്മിണി വന്ന് കൈ പിടിച്ചു. രുക്മിണിക്ക് മനസ്സിലായി നാടകം. ഒരു പിടി കഴിച്ചതോടുകൂടി ഭഗവാൻ തനിക്ക് തുല്യനാക്കിയാരെ സുധാമാവൻ. എല്ലാം കൊടുത്തു സുധാമാവന്. ഭക്തന്മാർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന ആളാ. കൊടുത്തു കഴിഞ്ഞു, തന്നെ തന്നെ കൊടുത്തു. തൻ്റെതൊക്കെ പാരിടുക സുധാമാവിന്റെയാണ്. ഇനിയും അവില് കഴിച്ചാൽ ഇനി കൊടുക്കാനൊന്നും ഇല്ല ആർക്ക്? ഭഗവാന്. കടക്കാരനാവും, ഒന്നും കൊടുക്കാനില്ല. അത് വേണ്ട. രുക്മിണി ഇടപെട്ടു. ലേശം സ്വാദ് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാക്കി അവര് ഭഗവാന്റെ പ്രസാദല്ലേ, ഇതെല്ലാവരും കഴിച്ചു. അന്ന് വൈകുന്നേരം സംസാരിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. നല്ല പട്ടുവസ്ത്രമൊക്കെ സുധാമാവന് കൊടുത്തു. അദ്ദേഹം അത് ധരിച്ചു. വർത്തമാനമൊക്കെ കഴിച്ച് പറഞ്ഞ് രാത്രി ഭക്ഷണം പത്നിമാരാണ് വിളമ്പി കൊടുക്കുക. ഭഗവാന്റെ ലക്ഷ്മിമാർ 8 പേര് വിളമ്പി കൊടുക്കുകയാണ്. അതൊക്കെ ആര് കഴിച്ചു? ആ ദരിദ്രൻ. അതൊക്കെ കഴിച്ചു. വർത്തമാനമൊക്കെ പറഞ്ഞ് അന്ന് ഭഗവാന്റെ കൂടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേരത്തെ നീറ്റു. കുളി ജപമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തന്റെ പഴയ വസ്ത്രം ഉണക്കാനിട്ടത് വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. ഒട്ടും ഒന്നില്ല. ആ പട്ടുവസ്ത്രം കൊണ്ടുപോകണം എന്നുള്ള വിചാരം അദ്ദേഹത്തിനില്ല. ഇതിന് ഭഗവാനെ മാത്രം മതി. എന്നാ ഭഗവാൻ പറയണ്ട, അത് താഴെടുത്തോളൂ. ഭഗവാൻ പറഞ്ഞതുമില്ല. ഭഗവാൻ അത് വാങ്ങി വെച്ചു. എന്തോ നമ്മളിപ്പം പട്ടുകുണമൊക്കെ വാങ്ങി വെക്കണില്ലേ? ഭഗവാന് ചാർത്തിയത് എന്നുള്ള മട്ടിൽ ഇതുപോലെ ഭക്തനെ ചാർത്തിയത്. ആ പട്ട് ഭഗവാൻ ആളമാരിൽ വെച്ച് കൂട്ടിയത് ഓർക്കാൻ, ആ ഭക്തനെ സ്മരിക്കാൻ. അദ്ദേഹമൊന്നും വേണ്ടിയതുമില്ല. അത് കഴിഞ്ഞ് മെല്ലെ ഭഗവാനെ ചെന്ന് നമസ്കരിക്കാൻ പുറപ്പെട്ടു. ഭഗവാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് നമസ്കാരം. അദ്ദേഹം പറഞ്ഞു, ഇതന്നെയാണ് ഞാൻ പറയണത്, ഞാൻ പോവുക. കാരണം ഇവിടെ വന്നിട്ട് 10 വരെയും ഭഗവാനെ നമസ്കരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇന്ന് മുടങ്ങി നമസ്കാരം, ഇന്നലെ മുടങ്ങി. മറ്റേതിപ്പം വീട്ടിൽ നിന്ന് നമസ്കരിക്കണത് ഇപ്പം ഭഗവാൻ വേണ്ട പറയില്ലല്ലോ. ഇത് ഇവിടുന്ന് നമസ്കരിക്കാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് നമസ്കരിക്കൂ. സുധാമാവ് നമസ്കരിക്കാൻ പുറപ്പെടുമ്പോൾ പാടില്ല പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ട് നമസ്കാരം. അവർ വീട്ടിൽ പോയിട്ടെങ്കിൽ നമസ്കരിക്കുക, എത്രയും പെട്ടെന്ന് ഞാൻ പോവുക എന്ന് പറഞ്ഞ ഭഗവാനെ യാത്ര പറഞ്ഞു. ഇറങ്ങാന്ന് പറഞ്ഞു. എന്നാ എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ? ഒരു 200 റുപ്യ ഓട്ടോറിക്ഷയ്ക്ക്, അല്ലെ മക്കൾക്ക് മുട്ടായി വാങ്ങാൻ, എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. എന്നാൽ 2 ദിവസം നന്നിട്ട് പോകാൻ പറഞ്ഞു, അതും പറഞ്ഞില്ല. എന്താ കാരണം? വേണ്ട, പോട്ടെ, ഒക്കെ കൊടുത്തിട്ടുണ്ടേ. ആ പത്നി പാവം വിഷമിക്കും. ഇന്നലെ ഒരു ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. അദ്ദേഹം ഇല്ലാണ്ട് ചെല്ലട്ടെ, അവിടെയുള്ള കാഴ്ച കണ്ട് സന്തോഷിക്കട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. പുറപ്പെട്ടു പോകുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ഇനിയിപ്പോൾ ഇതുപോലെയല്ല, ഇനിയിപ്പോൾ അങ്ങ് വഴിയൊക്കെ മനസ്സിലാക്കിയില്ലേ, എൻ്റെ തിരക്കും അങ്ങ് മനസ്സിലാക്കിയില്ലേ, അതുകൊണ്ട് ഇനി വരുമ്പോൾ വൈഫിനെയും കൂട്ടലൊക്കെ കൂട്ടി വരിക. എപ്പം വേണേ അങ്ങേക്ക് ഇവിടെ വരാം. ദ്വാരകയുടെ വാതിൽ അങ്ങേക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു കിടക്കും. ചോദിക്കും പറയൊന്നും വേണ്ട, എപ്പം വേണമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞു. യാത്ര പറഞ്ഞു. സുധാമാവ് അങ്ങനെ ഇറങ്ങി. കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോൾ സുധാമാവിന് തോന്നി, എന്നാലും ഒന്നും തന്നില്ലല്ലോ. അല്ല, ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒപ്പം നിൽക്കുമ്പോൾ കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് വിട്ടു പോകുമ്പോഴാണ് എന്തുണ്ടാവുക? ജ്ഞാനം. വിളക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവും. വിട്ടു പോകുമ്പോഴോ വെളിച്ചം കുറേശ്ശെ പോകില്ലേ? ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, വിഷമങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഭഗവാനെ നമ്മൾ ലേശം ഒന്ന് കുറ്റം പറയും. എന്നാലും ഒന്നും തോന്നില്ലല്ലോ. പിന്നെയോ നല്ല സമർത്ഥന ആള് വർത്തമാനം കൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചു. ഇതാണ്
അവിലിനങ്ങോട്ട് പുകഴ്ത്തിയിട്ടെ ഒരു ഉറുപ്പ്യ പോലും കൊടുക്കാണ്ടേ കഴിച്ചുകൂട്ടിയില്ലേ അങ്ങോട്ട് വിചാരിച്ച സമയത്ത് തലക്കടിച്ച് സുധമാവ് പറയാ, കഷ്ടം കഷ്ടം കഷ്ടം. ക്വാഹം ദരിദ്ര പാപിയാൻ കൃഷ്ണ ശ്രീനികേതന, ഞാൻ പാപിയാണ്, ദരിദ്രനാണ്. ഊണിന് വകയില്ലാത്തപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ചിന്ത തനിക്ക് ഉണ്ടായില്ലേ ഭഗവാനെ പറ്റിയിട്ട്? എന്ത് ഒന്നും തന്നില്ലല്ലോ, തന്നെ പറ്റിച്ചല്ലോ ഉള്ള ചിന്ത ഉണ്ടായില്ല. ഈ ചിന്ത ഉള്ളവനാണ് പാപി, അവനാണ് ദരിദ്രൻ. ആ ഭഗവാൻ എന്നെ വേർത്ത് കുളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് വിഷയമല്ല. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു, അവരെ മുന്നിൽ ഈ കീറി മുണ്ടെടുത്ത് എന്നെ പിടിച്ചെടുത്ത് കൊണ്ടുപോയത് എനിക്ക് വിഷയമല്ല. എന്റെ ഈ അഴുക്ക് പിടിച്ച കാല് ഭഗവാൻ കഴുകിയത് എനിക്ക് വിഷയമല്ല. ആ തീർത്ഥം ഭഗവാൻ ശിരസിൽ തടിച്ചത് എനിക്ക് വിഷയമല്ല. എന്നെ ആ സിംഹാസനത്തിൽ ഇരുത്തിയത് എനിക്ക് വിഷയമല്ല. എന്നെ നമസ്കരിച്ചതൊന്നും എനിക്ക് വിഷയമില്ല. ഞാൻ ഇപ്പൊ വലിയ വിഷയമായിട്ട് കാണുന്നത് 10 ഉറുപ്പ്യ തന്നില്ല. വെറുതെ അല്ല ഞാനൊന്നും നേരെ ആവാത്തത്. ഞാൻ ചിന്തിക്കുകയാണ്, നന്നായി തരാണ്ടിരുന്നത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാണ്ട് തന്നെ എന്റെ സ്വഭാവം എങ്ങനെയാണ്. എന്തെങ്കിലും തന്നാൽ ഞാൻ ഭഗവാനെ മറക്കുന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഈ ഭക്തൻ ഇനി ഭഗവാനെ മറക്കണ്ടെന്ന് കരുതിയിട്ടാവും എനിക്കൊന്നും തരാണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചത്. തരാണ്ടിരുന്നത് തന്നെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ ഗൃഹത്തിലേക്ക് ഓടുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്റെ കുടില് കാണുന്നില്ല. അവിടെ വലിയൊരു കൊട്ടാരം, ദ്വാരകാപുരി തന്നെ, അതേ കൊത്തുപണികൾ. ഈശ്വര അതെന്തേ പറ്റി? ഇനി ഏതെങ്കിലും പ്രഭു വന്ന് ഇവിടെ വലിയ പ്രഭു കുടുംബം വന്ന് ഇവിടുത്തെ ഭാര്യയും മക്കളെയൊക്കെ പറഞ്ഞയച്ച് വേറെ വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കിയതാണോ? അപ്പോഴേക്കും കുറച്ച് സുന്ദരിമാർ ഇറങ്ങി വരുന്നുണ്ട് താലപ്പൊലിയൊക്കെയിട്ട്. എന്നാൽ രുക്മിണി സ്വയംവര ഘോഷയാത്രയാവും വിചാരിച്ചു. അല്ലല്ല, ഇയാളുടെ നേരെ വരുന്നത് നടുക്കുള്ള കുട്ടി തന്റെ ഭാര്യയുടെ അതേ ഛായ. ഹാന്ത കൃഷ്ണ മമ ഭാര്യ താനോ, ഇതെന്റെ ഭാര്യയല്ലേ, വെളുപ്പിടയ്ക്ക് തടിച്ചല്ലോ. അങ്ങോട്ട് പോകുമ്പോ 15 കിലോ, 65. അത് ആ പട്ടുസാരി രുക്മിണിയുടെ അതേ സാരി. ഇതെങ്ങനെ കിട്ടി വെക്ക്? കഴുത്തിലുള്ള മാല രുക്മിണിയുടെ കഴുത്തിലുള്ള മാല തന്നെ, അതേ അതന്നെ, ഒരു മാറ്റമില്ല. സംഗതി മനസ്സിലാക്കി. ഭഗവാന്റെ മാജിക്കാണ്. അടുത്തേക്ക് തന്റെ കാര്യം നോക്കിയപ്പോഴോ തന്റെ ഭാവമൊക്കെ മാറിയിട്ടുണ്ട്, രൂപം മാറിയിട്ടുണ്ട്, തോൾവളകള്, പട്ടുവസ്ത്രം. നേരെ ചെന്നു ആ കൊട്ടാരം നോക്കി. എന്തൊക്കെ ദ്വാരകയിലുണ്ടോ, ചന്ദനക്കട്ടിൽ, അഞ്ചപ്പടി ചന്ദനക്കട്ടിൽ, അതിന് മുകളിൽ ശില്പവേലകള്, സ്ഫടിക ഭിത്തി, ചന്ദ്രകാന്തം പതിച്ച നിലം. സംഗതി മനസ്സിലാക്കി. ആ സിംഹാസനത്തിൽ നിന്ന് തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതിനല്ല ഭഗവാനെ ഞാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ വിചാരിച്ചു, കിട്ടിയതുകൊണ്ട് വിഷമിക്കുക. അങ്ങ് വിചാരിച്ചു ഞാനത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ടാണ് അങ്ങ് തന്നത്. ഞാൻ ആ അവര് തരാണ്ടിരുന്നത് തന്നെ എനിക്കൊന്നും വേണ്ട കൃഷ്ണ എന്ന് കാണിക്കാനാണ്. അവര് തന്നാൽ ഭഗവാൻ എന്ത് വിചാരിക്കും? നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങോട്ടൊന്ന് തന്നാൽ പിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കാണ്ട് പറ്റും. എനിക്കറിയാം അവര് തന്നു കഴിഞ്ഞാൽ താൻ എന്തെങ്കിലും ഇങ്ങോട്ട് തരും. അതുകൊണ്ടാണ് ഞാൻ തരാണ്ടിരുന്നത്. എന്നിട്ടും സുധാമാവ് പത്നിയോട് പറയണം, നീ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഞാൻ പോയി ചോദിച്ചു വാങ്ങിയതാണ്. സുധാമാവിന്റെ പത്നി വിചാരിച്ചതെന്താ? എന്റെ ഭർത്താവ് നല്ല സമർത്ഥന, അവിടെ പോയിട്ട് കണ്ടില്ലേ എന്തൊക്കെ വാങ്ങി വന്നു, അങ്ങനെ വിചാരിച്ചിരിക്കുക. ഭാര്യയോട് പറയാ, അല്ലല്ല, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ, നമ്മുടെ കഷ്ടപ്പാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ദാരിദ്ര്യം വേണ്ടിയിട്ടില്ല. എന്തിനു പറയണോ? നീ തന്ന അവല് പോലും ഞാൻ കൊടുക്കാൻ മടിച്ചിരിക്കുന്നു, കൊടുത്തില്ല. ഭഗവാൻ പിടിച്ചു വാങ്ങിയതാ. എന്നിട്ട് ആ അവലിനെ പറ്റി പറഞ്ഞത് കേൾക്കണം. ഇങ്ങനെ അവര് കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ കൊടുത്ത ചെറിയൊരു അവലിനെ പറ്റി ഭഗവാൻ അങ്ങോട്ട് വാനോളം പ്രസംഗിച്ചു. തനിക്ക് എല്ലാം തന്നു ഭഗവാൻ, മിണ്ടിയില്ല ഒരക്ഷരം. മഴ വീണന്റെ മുന്നിൽ നെട്ടിവിട്ടില്ലേ അല്ലേ? മഴ പെയ്യാണേ എന്ന് കാണിക്കില്ലേ? നമ്മളും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ തൊട്ട് മുമ്പ് എന്ത് പറയും അല്ലേ? അങ്ങനെ 10 ഉറുപ്പ്യ കൊടുക്കുകയാണേ, വൈകോൾഡ കൊടുക്കുകയാണേ ഒക്കെ പറഞ്ഞിട്ടല്ലേ കൊടുക്കുള്ളൂ, അല്ലാണ്ട് കൊടുക്കൂ? ഇത് ഇത്രയും തന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അതാണ് സുഹൃത്ത്. സുഹൃത്കൃതം ഫലിഭൂരികാരീം അയോപനീതാം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. വലിയ ഹൃദയമുള്ളവർക്ക് എങ്ങനെ സാധിക്കുള്ളൂ ഭാവം നോക്കി അംഗീകരിക്കാൻ? തരുണ വസ്തുവല്ല നോക്കുക, തരുണ ആളുടെ മനസ്സ് നോക്കിയിട്ട് ദേശമാണെങ്കിലും അത് സ്വീകരിച്ചിട്ട് സന്തോഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? മഹാത്മാ. നമ്മൾ വസ്തു നോക്കിയിട്ട് കിട്ടിയാൽ തിരിച്ചു നോക്കുക ചെയ്യാം. റുപ്പീസ് എത്ര ഉണ്ട്, അപ്പം വെട്ടിയിട്ട് തരുന്നേ, അത് നോക്കണ്ട വെച്ചിട്ടാണ്. അത് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തുക. ഭഗവാൻ അത് നോക്കുകയില്ല. ഭഗവാൻ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. തരുന്ന ആളുടെ ഭാവം എന്താ? ഭക്തിയോട് കൂടിയാണോ? മഹാത്മാ. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം. പത്നിയോട് പറയാം, നീയും പ്രാർത്ഥിച്ചാൽ നന്ന്. ഈ ഭഗവാനായിട്ട് ഈ ജന്മത്തിലുള്ള ബന്ധം ഇങ്ങനെ ജന്മങ്ങളിലും ഉണ്ടാവണം. വേറെന്താ വേണ്ടത്? കാശ് ഉണ്ടോ ഇല്ല അതൊന്നും വിഷയമില്ല. കുറച്ച് മുന്നേ ദരിദ്രനായിരുന്നു, ഇപ്പൊ സമ്പന്നൻ എന്ന് പറയണു. നാളെ നീ ദരിദ്രനായിക്കൂടായില്ല, അതൊക്കെ എന്തോ ആവട്ടെ, അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ബന്ധം ഭഗവാന്റെ കൂട്ടുകാരനാവാൻ പറ്റിയില്ലേ? അത് ഇനിയും അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അതൊരു തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന
വിഷജ്ജതസ്തത് പുരുഷ പ്രസംഗ. ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള ചർച്ച ഉണ്ടാവണം, ഭഗവാന്റെ ആളാവാൻ സാധിക്കണം, അതല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ദ്വാരകാപുരിയുള്ള സ്ഥലം നോക്കി തൊഴുത് നമസ്കരിച്ചു. ഇത്രയൊക്കെ സ്വത്തും സമ്പത്തും കെട്ടിയിട്ടും പരീക്ഷത്തെ ലേശം പോലെ അതിൽ ഒട്ടിയിട്ടില്ലാര് സുധാമാവ്. ഏന ത്യക്തേന പുഞ്ചീഥ എന്ന് അനുഭവിച്ചില്ല പറയാൻ പറ്റില്ല. കട്ടിലിൽ കിടന്നു, അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്, അനുഭവിച്ചു. ഇതുപോലെ വിനയത്തോടെ, പ്രസാദം പോലെ വണക്കത്തോടെ അതങ്ങനെ അനുഭവിച്ചു. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അനുഭവിച്ചു. ഭഗവാൻ തന്ന പ്രസാദല്ലേ, വേണ്ട പറയാൻ, ഈ പ്രസാദം വേണ്ട പറയാൻ പറ്റും. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പ്രസാദം എന്ന് പറയുമ്പോ എന്നാ പിന്നെ ലേശം തന്നേക്കും, എങ്ങനെയാ പ്രസാദം വേണ്ട പറയാ. ഇതുപോലെ തനിക്ക് ഇപ്പം പാല് വെള്ളം കൂടുതൽ പാല് കുടിക്കണം എന്ന് മോഹമൊന്നുമില്ല, വലിയ കട്ടിലൊക്കെ ബുദ്ധിമുട്ടാ, അതും വയ്യ, എന്നാലും പ്രസാദല്ലേ, നല്ല മട്ടിൽ ഭഗവാൻ തന്നതല്ലേ കരുതി അദ്ദേഹം അനുഭവിച്ചു. ലേശം പോലെ അതിൽ ഒട്ടിയിട്ടില്ല. അനുഭവിക്കേണ്ട പറയണില്ല, അനുഭവിച്ചോളൂ, ഒട്ടരുത്. ഒട്ടിയിട്ടെന്ന് പറയാൻ ഒന്ന് വിട്ടു തന്നാൽ മനസ്സിലാവും. അത് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക പൊട്ടിയെന്നാണ്. 2 ദിവസം കാപ്പി കിട്ടിയില്ലെങ്കിൽ, കാപ്പി വല്ലാതെ തലവേദന തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം തലവേദന ഉണ്ടെങ്കിൽ കാപ്പിയിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി വെക്കുക, മനസ്സിലാവും ഒട്ടിയോ ഇല്ലേ. ഭഗവാനോടായിട്ട് മാത്രമേ ഒട്ടാവൂ. അദ്ദേഹം ഭഗവാനോട് ഒട്ടി നിന്നു. ഭഗവാൻ പറയാണ് രുക്മിണിയോട്, ഞാൻ തോറ്റു. ആ സുധാമാവൻ ഇത്രയൊക്കെ കൊടുത്തപ്പോൾ ഞാൻ കരുതിയത് എന്താ വെച്ചാൽ അദ്ദേഹം ഭജനം നിർത്തുന്ന. ബാണാസുരന്റെ കങ്ങയല്ലേ ഉണ്ടായത്, കൈകളങ്ങോട്ട് കൊടുത്തപ്പോൾ പിന്നെ ശിവനെ സ്തുതിക്കണം നിർത്തി. ഐശ്വര്യം കിട്ടിയ സ്വതവേ അങ്ങനെയാ ഉണ്ടാവുക, പിന്നെ സ്തുതി നിൽക്കും. ഇതിപ്പോ ഐശ്വര്യം കൊടുത്തപ്പോൾ എന്താ ഉണ്ടായി, അദ്ദേഹത്തിന്റെ നാമം അത് കൂട്ടി 1008 എത്രയാക്കി, അത് 10,000 ആക്കി. 108 നമസ്കാരം 1008 നമസ്കാരാക്കി. ഇങ്ങനെ ഭഗവാനോട് ഭക്തി വർദ്ധിക്കുകയുണ്ടായത്. സുഭൃത്യൈഹി അജിതം പരാജിതം. അജിതം എന്ന് ഭഗവാന്റെ പേരാണ്, ആർക്കും ജയിക്കാൻ പറ്റില്ല, അതാണ് ആ പേരിന്റെ അർത്ഥം. ഒരാൾക്കും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഭഗവാനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ആ ഭഗവാൻ ഇപ്പൊ തോറ്റു. ആരുടെ മുന്നില്? പരാജിതം, സുധാമാവിന്റെ മുന്നിൽ തോറ്റു. ഭഗവാൻ തോറ്റൊരു കഥയാണത്. എങ്ങനെ തോറ്റു? ഭക്തിയുടെ മുന്നിൽ തോറ്റു. സുധാമ എന്ന് പറഞ്ഞ അർത്ഥം, ദാമം എന്ന് പറഞ്ഞ കയറ് എന്നർത്ഥം, സു എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥം, നല്ല കയറ്. നല്ല കയറ് കൊണ്ട് ഭഗവാനെ കെട്ടിയിട്ടവൻ, അതാണ് ആ പേരിന്റെ അർത്ഥം. ഏതാ നല്ല കയറ്? ഭക്തി എന്നാണ്. ഭക്തി സൂത്രോപനദ്ധ. ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഭഗവാനെ തന്റെ ഹൃദയമാകുന്ന ഒരല് ആര് കെട്ടിട്ടു? ഈ സുധാമാവ് കെട്ടിയിട്ടു. അതാണ് സുധാമാവിന്റെ കഥ. ഇങ്ങനെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഉച്ചവരെയുള്ള പാരായണം പ്രഭാഷണവും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം പാരായണം, ഒരു 3:15 ശേഷം പ്രഭാഷണം. ഇനി അങ്ങോട്ട് ഭാഗവതത്തിന്റെ ഭാവം മാറുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ശ്രുതിഗീത, വേദസ്തുതി, പരബ്രഹ്മത്തെ പറ്റിയൊക്കെ വിസ്തരിക്കുകയാണ്. അത് കഴിഞ്ഞ് സന്താനഗോപാലൻ കഥ, അത് കഴിഞ്ഞാൽ പിന്നെ ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ്. അതിനാണ് ഭാഗവത ധർമ്മം. അതാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം, ഭാഗവത ധർമ്മം അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ മർമ്മം. ഏകാദശ സ്കന്ധം കേൾക്കാനുള്ള പക്വത ഉണ്ടാവാനാണ് ഇപ്പം ഈ കഥകളൊക്കെ നമ്മൾ കേട്ടത്. ഇനിയാണ് ഭാഗവതം ശരിക്കും ആരംഭിക്കുന്നത്. അപ്പൊ ഇതുവരെ കേൾക്കാനുള്ളൊരു യോഗ്യത നേടണ്ടേ, അതാണ് ഇപ്പം ഉണ്ടായത്. ഇനി ശുദ്ധമായ ഹൃദയത്തിലാണെങ്കിൽ ഏകാദശ സ്കന്ധം അവതരിപ്പിക്കുക, വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഒക്കെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം. ഇനി ആരെങ്കിലും അവലിക്കഴി സമർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാളെ നമ്മുടെ സപ്താഹത്തിന്റെ സമർപ്പണം